ഏറ്റവും മോശമായ തകർച്ച അതായിരുന്നു 2026 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ISL സീസൺ. ഒട്ടും പ്രതീക്ഷകളില്ലാതെ തന്നെയാണ് ഈ സീസൺ ആരംഭിച്ചത്. അതെ, പ്രതീക്ഷകൾ വെക്കാൻ ഒന്നുമില്ലായിരുന്നു. ഒരു മാനേജ്മെന്റ് തകർത്ത ക്ലബ്ബ്, അതായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. സീസണിലെ ആദ്യ 7 മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ 6 കളിയിലും തോൽവി, ഒരു കളിയിൽ സമനില, മൊത്തം 7 കളികളിൽ നിന്നും 1 പോയിന്റ് മാത്രം. തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ കോച്ചിനെ പുറത്താക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ISL സീസണുകളിലെ തന്നെ ഏറ്റവും മോശമായ സീസണായി മാറിയിരുന്നു അപ്പോഴേക്കും അത്. പിന്നീട് കേരളത്തിൽ പുതിയ കോച്ച് വരുന്നു, ആഷ്ലി വെസ്റ്റ്വുഡ്. ഇനിയൊരു തിരിച്ചുവരവിനൊന്നും സാധ്യതയില്ല. അങ്ങനെ ഒരു തിരിച്ചുവരവിന് വേണ്ടി പ്രതീക്ഷിക്കുന്നുമില്ല. കിരീടമെന്ന സ്വപ്നം 11 സീസണുകൾക്കപ്പുറം 12ാം സീസണിലേക്കും നീളുന്നു. ഈ സീസണിലും കിരീടമെന്ന സ്വപ്നം അകന്നു പോകുക തന്നെയാണ്. എന്നാൽ പിന്നീട് നാം കണ്ടത് ഒരു മുത്തശ്ശി കഥയെപ്പോലെ തിരിച്ചുവരവാണ്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന കപ്പലിനെ ഒരു കപ്പിത്താൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നു. പിന്നീട് ആഷ്ലി വെസ്റ്റ്വുഡിന് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച 4 മത്സരങ്ങളിൽ 3 വിജയങ്ങൾ, 1 സമനില. അതെ, അയാൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നേതൃത്വം ഏറ്റെടുത്തതിനു ശേഷം ഒരു മത്സരം പോലും കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റിട്ടില്ല. പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർത്തെടുത്തതിന് വീണ്ടും സ്വപ്നം കാണാൻ അയാൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നലെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് vs ഒഡീഷ FC മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം ഗ്രൗണ്ടായ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മത്സരം നടന്നത്. മത്സരത്തിലെ വിജയത്തിനായി തന്നെ ഇരു ടീമുകളും ബൂട്ടുകെട്ടി കളത്തിലേക്ക് ഇറങ്ങുന്നു. മത്സരം ആരംഭിച്ചതും ഇരു ടീമുകളും ശക്തമായി തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ കോച്ചിന് കീഴിൽ നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷകൾ തുന്നിച്ചേർത്ത് പുതിയ പ്രതീക്ഷകളുമായി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ ഇറങ്ങുന്നത്. ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ കെവിൻ യോക്കയിൽ നിന്നും പന്ത് വരുന്നു. അത് ഒഡീഷ്യൻ ഡിഫൻഡർമാരുടെ കാലിൽ തട്ടിക്കൊണ്ട് നേരെ വരുന്നതാണെങ്കിലോ ബാർത്തോമിയുടെ കാലിലേക്ക്. അയാളുടെ കാലിൽ നിന്നും മികച്ചൊരു ഫിനിഷിംഗ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിക്കൊണ്ടിതാ കേരള ബ്ലാസ്റ്റേഴ്സ് ആ മത്സരത്തിൽ ആദ്യ ലീഡ് ഉയർത്തിയിരിക്കുന്നു. അങ്ങനെ ആ മത്സരത്തിൽ ആദ്യ ഗോൾ ബാർത്തോമിയുടെ കാലിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സന്തോഷത്തിന് അധികം ആയുസുണ്ടായിരുന്നില്ല. ഇവിടെ മത്സരത്തിന്റെ 26ാം മിനിറ്റിൽ ഒഡീഷയുടെ ഒരു മുന്നേറ്റം കാണാം. അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻഡർമാർക്ക് ഒന്നും ചെയ്യാനാകാതെ അത് ഒഡീഷ ഗോൾ വലയിലേക്ക് എത്തിക്കുന്നു. ഒഡീഷ ആരാധകരെ ഒന്നടക്കം ആവേശപ്പെടുന്ന നിമിഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഒഡീഷ മത്സരത്തിൽ ഗോൾ നേടിക്കൊണ്ട് മത്സരത്തെ സമനിലയിലേക്ക് എത്തിച്ചിരിക്കുന്നു. മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മത്സരം 1-1 എന്ന സ്കോറിൽ മത്സരം സമനിലയിലേക്കാണ് അവസാനിക്കുന്നത്. രണ്ടാം പകുതിയിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ആവേശകരമായ ആ മത്സരം അവസാനിക്കാൻ 90 മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിലേക്ക് കടക്കുന്നു. വിജയം പ്രതീക്ഷിച്ചു വന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സമനിലയിലേക്കാകുന്നത് കണ്ട് നിരാശയിലായിരിക്കുകയാണ്. മത്സരത്തിനുടനീളം കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചുകൊണ്ടേയിരുന്നത്. പക്ഷെ ഇവിടെ മത്സരം കഴിഞ്ഞിട്ടില്ലല്ലോ. ഇത് ഫുട്ബോളാണ്. ഇവിടെ അത്ഭുതങ്ങൾക്കും സ്ഥാനമുണ്ട്. ഇഞ്ചുറി ടൈമിന്റെ 3ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി ഒരു കോർണർ ലഭിക്കുന്നു. എബിൻ ഡാൻസ് എടുത്ത കോർണർ നേരെ വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻഡറായ ഹെർണാണ്ടസിന്റെ തലയിലേക്ക്. മികച്ചൊരു ഹെഡർ, അത് ലക്ഷ്യം കാണുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടിയിരിക്കുന്നു. കളി കണ്ടിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ രോമാഞ്ചപ്പെടുത്തുന്ന നിമിഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ തങ്ങളുടെ വീര്യം ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. സ്വന്തം ഗ്രൗണ്ടിൽ വെച്ച് തന്നെ സമനിലയിൽ അവസാനിക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ രക്ഷകനായി ഹെർണാണ്ടസ് അവതരിച്ചിരിക്കുന്നു. മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കിയൊക്കെ കെവിൻ യോക്കയിലൂടെ മികച്ചൊരു മുന്നേറ്റം കാണാം. ഗോൾ കീപ്പറെ മറികടന്നുകൊണ്ട് അയാൾ ഇത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിലെ 3ാം ഗോൾ നേടിയെന്ന് ആരാധകർ ആഗ്രഹിച്ച നിമിഷം പക്ഷെ അത് ഓഫ് സൈഡ് ആകുന്നു. ഇങ്ങനൊരു ഗോള് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിച്ചു എന്നത് വ്യക്തമാണ്. കെവിൻ യോക്കയുടെ ഒരു ഗോളിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് കാത്തിരുന്നു. പക്ഷേ അത് കെവിൻ യോക്കയ്ക്ക് നിരാശ മാത്രം നൽകിക്കൊണ്ട് ഓഫ് സൈഡായി അവസാനിക്കുന്നു. അങ്ങനെ മത്സരം അവസാനിക്കുന്നു.